ആത്മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 2025 നവംബർ 4 വിശ്വാസ സംഘം ഇറക്കിയ ഒരു രേഖയാണ്, ഡിക്രിയാണ് മാതർ പോപ്പുലേ ഫിഡലിസ്. ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെട്ടു. പ്രൊട്ടസ്റ്റന്റ് സഭകളും അതുപോലെ സെക്കുലർ മാധ്യമങ്ങളൊക്കെ പരിശുദ്ധ മറിയത്തെ കത്തോലിക്ക സഭ ഉപേക്ഷിച്ചോ, പരിശുദ്ധ മറിയത്തിൻ്റെ കാര്യത്തിൽ സഭയ്ക്ക് തെറ്റുപറ്റിയോ എന്ന ഒരു ചോദ്യമായിട്ട് ലോകം വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് ഈ ഡിക്രിയെ കണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡിക്രിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? പ്രധാനമായും 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, പരിശുദ്ധ മറിയം സഹരക്ഷക അല്ല എന്നും പരിശുദ്ധ മറിയത്തെ സഹരക്ഷക എന്ന പദം ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നും, രണ്ടാമതായിട്ട് പരിശുദ്ധ മറിയത്തെ കൃപകളുടെ മധ്യസ്ഥ എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നും ആ ഡിക്രി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ മറിയത്തെ സംബന്ധിക്കുന്ന 4 വിശ്വാസ സത്യങ്ങളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിൽ ഒന്നാമത്തെ വിശ്വാസ സത്യം എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവ മാതൃത്വമാണ്. രണ്ടാമത് നിത്യ കന്യകത്വമാണ്. മൂന്നാമതായിട്ട് സ്വർഗാരോപണമാണ്. നാലാമതായിട്ട് അമലോത്ഭവമാണ്. ഈ 4 വിശ്വാസ സത്യങ്ങളിൽ ഒരു മാറ്റവും സഭ പറഞ്ഞിട്ടില്ല. കൂടാതെ വിശ്വാസികളുടെ മാതാവ്, ആത്മീയ മാതാവ്, വിശ്വാസ ജനതയുടെ അമ്മ എന്നീ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിന് വത്തിക്കാൻ്റെ പുതിയ രേഖ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ മറിയം സഹരക്ഷകയല്ല. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരിടയിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് യേശു നാമമാണ്. ആ യേശു നാമമല്ലാതെ, യേശുവല്ലാതെ ഒരു രക്ഷകൻ ഇല്ല എന്ന വിശുദ്ധ ബൈബിളിൻ്റെ പഠനം, വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് സഭയ്ക്ക് ഒരു പഠിപ്പിക്കലും ഇല്ല എന്ന ദൈവജനത്തെ ശരിയായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് സഭ ഈ ഡിക്രി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ക്രിസ്തു യേശു മാത്രമാണ് ഏക രക്ഷകനെന്ന്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തുവെന്ന യേശു ഏകരക്ഷകൻ എന്ന പദത്തിന് കോട്ടം തട്ടാൻ പാടില്ല എന്ന സഭ വളരെയധികമായിട്ട് ആഗ്രഹിക്കുന്നു. കൃപകളുടെ മധ്യസ്ഥൻ, കൃപകൾ നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭ പരിശുദ്ധ മറിയം സഹരക്ഷകയല്ല എന്ന് പറയാനായിട്ട് കാരണം? 15-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിസ്കൻ സന്യാസിമാരാണ് ആദ്യമായിട്ട് ഈ പദപ്രയോഗം ഉപയോഗിക്കുവാനായിട്ട് ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ ഡൊമിനിക്കൻസ് അതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. പിന്നീട് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ രചനകളിൽ സഹരക്ഷക എന്നുള്ള പദപ്രയോഗം ഉണ്ടായിരുന്നു. അന്ന് തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന ജോസഫ് റാറ്റ്സിംഗർ, പിന്നീട് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ആ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത് ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് അന്നു തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെയൊരു പദപ്രയോഗം പാടില്ല എന്ന്, അത് സഭയുടെ പാരമ്പര്യത്തിനും അതിനപ്പുറമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിനും എതിരാണെന്നും യേശു മാത്രമാണ് ഏകരക്ഷകനെന്നും യേശുവിലൂടെ മാത്രമേ രക്ഷയും കൃപയും ലഭിക്കുകയുള്ളൂ എന്ന സഭയുടെ പഠനം ഉയർത്തിപ്പിടിച്ചു. ലിയോ 14-ാമൻ മാർപ്പാപ്പ അതിനെ ഡിക്രിയായിട്ട്
ആധുനിക കാലഘട്ടത്തിലെ സഭയിലെ മക്കൾ വഴിതെറ്റിപ്പോകാൻ പാടില്ല എന്ന വലിയ ഒരു ദൈവികമായ ഇടപെടലിൻ്റെ വെളിച്ചത്തിൽ ഒരു ഡിക്രി ഇറക്കുകയും അത് സഭാമക്കൾക്ക് നൽകുകയും ചെയ്തു. സഭ ഒരിക്കലും പരിശുദ്ധ മറിയത്തെ തള്ളിപ്പറയുന്നില്ല. ആരാധന ദൈവത്തിന് മാത്രം. പരിശുദ്ധ അമ്മയെ നമ്മൾ വണങ്ങുന്നു, ഈശോയുടെ അമ്മയെ നമ്മൾ വണങ്ങുന്നു. ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയം വിശ്വാസികളുടെ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ മാധ്യസ്ഥങ്ങൾ അപേക്ഷിച്ചാൽ സ്വർഗരാജ്ഞിയായ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടിയില്ല എന്ന ആ വലിയ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ് ഓരോ ദൈവമക്കളും. ഈ പദപ്രയോഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോലിക പാരമ്പര്യത്തിനെതിരാണെന്ന്, സകരക്ഷക എന്നും കൃപകളുടെ അമ്മയെന്നുമൊക്കെയുള്ള ആ പദപ്രയോഗങ്ങൾ. അതുകൊണ്ടാണ് സഭ ഇപ്പോൾ ഒരു ഡിക്രി ഇറക്കുവാനും മക്കളെ ശരിയായ ദിശ പഠിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന മറിയത്തിൻ്റെ മാധ്യസ്ഥം ഉചിതമാണെന്നാണ് രേഖ പറയുന്നത്. നമ്മൾ ഇനിയും ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. ഇനിയും ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾ അപേക്ഷിക്കുന്നു. കാരണം ഈ ഒരു ഡിക്രി ഇറങ്ങിയപ്പോൾ കുറേ വിശ്വാസികൾ, കുറേ സഹോദരങ്ങൾക്ക് ഒത്തിരി സങ്കടമുണ്ടായി. കാരണം മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് കത്തോലിക്കാ സഭ പരിശുദ്ധ മറിയത്തെ ഉപേക്ഷിക്കുന്നു, തെറ്റുതിരുത്തുന്നു എന്നൊക്കെയാണ്. സഭ ഒരിക്കലും അമ്മയെ ഉപേക്ഷിക്കുന്നില്ല. സഭ ഒരിക്കലും അമ്മയുടെ മാധ്യസ്ഥം തേടണ്ട എന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഇനിയും ജപമാല പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. അമ്മയുടെ മക്കളായി നമ്മൾ, സഭ തന്നെ പറയുന്നു, ഈ ഡിക്രി തന്നെ പറയുന്നു, അമ്മ വിശ്വാസികളുടെ മാതാവാണെന്ന്. ഈശോയുടെ അമ്മ നമ്മുടെയൊക്കെ അമ്മയാണെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ജപമാല പ്രാർത്ഥനകൾ മുടക്കേണ്ട. ആ പ്രാർത്ഥനകൾ നമ്മൾ ഇനിയും തുടരണം. അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണം. അമ്മയിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.